ചില ആൾക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ചില ആൾക്കാർക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. ചിലര് ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നടി അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു മരിക്കുന്നതിന് അത് കുറച്ച് ദിവസം മുന്നേ ആണ് ഇന്നസെന്റ് ഏട്ടൻ മരിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോ ഇരുന്ന് കാണുവാ, ഫ്യൂണറൽ വീഡിയോ ഇരുന്ന് കാണുവാ വേട്ട. അപ്പം ഞാൻ ചോദിച്ചു എന്നാ ഏട്ടാ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്? ഇല്ല വാട്ടാ, ഭയങ്കര വിഷമം, ഒരുമിച്ച് അഭിനയിച്ചൊക്കെ അല്ലേ, ഭയങ്കര വിഷമാ. ഇങ്ങനെ അല്ലാടി പാവട്ടെ, ഇപ്പം നടന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ. ഞാൻ എന്തുവാട്ടാ ഇങ്ങനെ, കുറച്ചു നേരമല്ലേ കണ്ടിട്ട് മതി എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പോൾ കുറേ നേരം എന്നെ നോക്കി നിൽക്കുക. അപ്പം അങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ കാര്യമൊന്നുമില്ല. അപ്പം എന്നെ നോക്കി നിൽക്കുന്നു. പക്ഷെ എന്തുവാട്ടാന്ന് ചോദിച്ചു. പാവട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിക്കുമോ? ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ എന്തിനാ, ചേട്ടൻ പ്രായം ചെന്നിട്ടല്ലേ മരിക്കുന്നത്, അപ്പോഴും ഞാനും പ്രായമാവുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിക്കാൻ, കല്യാണം ഒന്നും കഴിക്കത്തില്ല ഏട്ടാ, ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും, അപ്പം ഞാൻ ഓർത്ത ഏട്ടൻ വേറെ ശ്രദ്ധയായിരിക്കുന്നത്. അപ്പോഴും ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി എനിക്കിട്ട് തന്നെ നോക്കും ഏട്ടൻ. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു ഇതെന്നെ പതിവില്ല, അതെന്നെ പറ്റി. ഇല്ല വാവട്ടാ, കല്യാണം കഴിക്കണ്ട കേട്ടോ, ഞാൻ എപ്പോഴും നിന്നോട് തന്നെ ഉണ്ടാകും. അപ്പം ഞാൻ എത്ര ദിവസങ്ങൾക്ക് മുന്നേ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യമാണ്. ഈ റൂമിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം. അപ്പം ഞാനത് പലരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് പറയാം കല്യാണം കഴിക്കണ്ട കേട്ടോ, അവിടെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, കല്യാണം കഴിക്കത്തില്ല എന്ന്. പിന്നെ എന്നോട് ചോദിക്കുക അന്നാ ആവട്ടെ ചെറുപ്പമല്ലേ, ഞാൻ കാരണം അങ്ങനെ ഒന്ന് ജീവിതം നശിപ്പിക്കട്ടെ, കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു ഓടിച്ച്, ഞാൻ പറഞ്ഞു പൊക്കോ എന്നിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഞാൻ വിട്ട്. അതിനും ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് മെയ് 19 ബർത്ത്ഡേ ഏട്ടൻ്റെ, ജൂൺ 5 മരിക്കുന്നത്. ബർത്ത്ഡേ എല്ലാം ചെറിയ രീതിയിൽ ആഘോഷിച്ചായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കും ഋതപ്പൻ. അപ്പം എന്നോടും കിച്ചുവിനോടുമായിട്ട് പറഞ്ഞു, എടാ കിച്ചു വാവട്ടാ, ഞാൻ മരിച്ചു പോയാലും ദേ ഇവനില്ലേ, ഇവൻ ഞാൻ തന്നെയാ കേട്ടോ, ഇവൻ വാവുട്ടേന്ന് നിന്നെ വിളിക്കും, ഇവൻ ഞാൻ തന്നെ ആടി. ഞാൻ ചോദിച്ചോണ്ട് എന്തിനാ ഈ മരിച്ചതിനെ പറ്റി തന്നെ പറയുന്നത്. അതുപോലെ ബോട്ടപകടം, ആ സമയത്ത് ഒരു ബോട്ടപകടം നടന്നു. ഇത് കണ്ടിട്ട് എന്നോട് പറയാ എൻ്റെ വാവക്കുട്ടെ എങ്ങനെ മരിച്ചാലും അപകടത്തിൽ, കാർ അപകടം, ബോട്ടപകടം, ഇങ്ങനെയുള്ളതിനൊന്നും നമ്മൾ ബോട്ടിലൊന്നും കയറുകയും ചെയ്യില്ല, അപകടത്തിൽ മരിക്കുകയേ ചെയ്യില്ല, എനിക്ക് ഭയങ്കര പേടിയാവും കുട്ട.